ഭരണപരമായ സാമ്പത്തികമായ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ചെയ്യേണ്ട കുറച്ചേറെ കാര്യങ്ങളാണ് ഞാൻ താഴെ ലിസ്റ്റ് ചെയ്യുന്നത്. അതിലൊന്നാമത്തേത്, all must respect, government must respect the autonomy and the independence of sports bodies. രണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്പോർട്സിനെ സംബന്ധിച്ച് ധാരാളം ഇലക്ഷനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പല സ്പോർട്സ് ബോഡീസ് നമ്മുടെ കേരളത്തിലായിക്കൊള്ളട്ടെ, നാഷണൽ ലെവലായിക്കൊള്ളട്ടെ, ഇൻ്റർനാഷണൽ ആയിക്കൊള്ളട്ടെ, ഇതൊന്നും ഒരു വ്യത്യാസമില്ല. പല സ്പോർട്സിൻ്റെയും വളർച്ചയ്ക്ക് തടസ്സം നിന്നത് ആ സ്പോർട്സിനെ നിയന്ത്രിക്കുന്ന ഓട്ടോണമസ് അസോസിയേഷനിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഇലക്ഷൻ സംബന്ധമായ ബാധ്യതകളും, ഇലക്ഷൻ 2, 3, 4 സംഘടനകളുണ്ടായ സംഗതികൾ വരെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അത് ഒഴിവാക്കി അതിനൊരു നിയമപരമായ ഘടനാപരമായ എലിഗൻസ് ഉള്ള ഒരു സൊല്യൂഷൻ നമുക്കെല്ലാവർക്കും വേണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്പോർട്സിനെ സംബന്ധിച്ച് സ്പോർട്സിൻ്റെ ഇലക്ഷനുകൾ എങ്ങനെ നടത്തണം, അതിൻ്റെ ഇലക്ടറൽ റോൾസ് എങ്ങനെ നടത്തണം എന്ന് ഏത് രീതിയിൽ, ഇതിനേക്കാളൊക്കെ വാശിയും വൈരാഗ്യമുള്ള സംഗതിയാണല്ലോ രാഷ്ട്രീയ മേഖല. അപ്പോൾ നമുക്കൊരു ഇലക്ഷൻ കമ്മീഷൻ ഉള്ളതുകൊണ്ട് അത് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്പോർട്സിന് അതിന് പ്രത്യേകമായിട്ട് ഒരു ഇലക്ഷൻ സംവിധാനം, ഏത് സ്പോർട്സ് ബോഡി ആണെങ്കിലും ആ സ്പോർട്സ് ബോഡി നടത്തുന്നതിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ മെക്കാനിസം അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ആ അസോസിയേഷൻ്റെതാകരുത്, പൊതുവായിട്ട് എല്ലാ സ്പോർട്സ് രംഗത്തും നടക്കുന്ന ഇലക്ഷനുള്ള ഒരു പൊതു നിയമവും ഒരു പൊതു ചട്ടക്കൂടും, ആ പൊതു ചട്ടക്കൂട് പ്രാവർത്തികമാക്കാനുള്ള ഒരു സംവിധാനവും അത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെടണം.